ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മൃദുല എഴുതിയിരിക്കുന്നൊരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് മൃദുല. PG കഴിഞ്ഞ് ഞാൻ ഇതുവരെയും ജോലിക്കൊന്നും പോയിട്ടില്ല. വെറുതെ ഇരിക്കുകയാണ്. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകളാണ് ഞാൻ. അച്ഛൻ രാജസ്ഥാനിലാണ് വർക്ക് ചെയ്യുന്നത്. 3 മാസം കൂടി ഇരിക്കുമ്പോൾ നാട്ടിൽ വരും. എൻ്റെ അച്ഛനും അമ്മയ്ക്കും നല്ല പ്രായവ്യത്യാസമുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞ വർഷത്തിന് മുമ്പ് തൊട്ടേ ആലോചിക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ ഇതുവരെ നടക്കുന്നില്ല. അതിന് കാരണം ജാതകത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ഒരു ജാതകദോഷവുമുണ്ട്. അപ്പോൾ അതിന് ചേർന്ന ജാതകം വന്നെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഉടനെയെങ്ങും എൻ്റെ വിവാഹം നടക്കും തോന്നുന്നില്ല. ഒരു ജോലിക്ക് പോകാൻ ഞാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മ തനിയേ ഉള്ളൂ, വീടിനടുത്ത് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പോയാൽ മതി എന്നാണ് അച്ഛൻ പറഞ്ഞത്. അങ്ങനെയുള്ള ജോലികളൊന്നും അവിടെ ഇല്ല മാഡം. പിന്നെ ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ 2 വർഷമായിട്ട് ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ പഠിക്കാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്നുണ്ട്. അത് ഒരാശ്വാസം. അത്യാവശ്യം പണമൊക്കെ ഉണ്ട്. വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ എൻ്റെ കല്യാണം നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. ഒളിച്ചോടി പോകണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെ പ്രേമിക്കാനും ആളുകളുണ്ട്. എന്നാലും അച്ഛനും അമ്മയും ചീത്തപ്പേര് കേൾപ്പിച്ച് അങ്ങനൊരു സംഭവം നടത്താൻ താല്പര്യമില്ല. കാര്യം പേര് കേട്ടൊരു തറവാടാണ്. ഇഷ്ടംപോലെ ബന്ധുക്കളും അടുത്ത് താമസിക്കുന്നുണ്ട്. അവരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാതെ അടക്കവും ഒതുക്കവുമായിട്ട് ഞാൻ കഴിയുകയായിരുന്നു. അച്ഛൻ വരുമ്പോൾ മാത്രമാണ് അമ്മ അണിഞ്ഞൊരുങ്ങുന്നത്. അച്ഛനെ കാണുമ്പോൾ തന്നെ അമ്മയ്ക്ക് വല്ലാത്ത ഉത്സാഹമാണ്. 2 പേരും കൂടി എപ്പോഴും ഒരുമിച്ചായിരിക്കും വരുമ്പോൾ. അല്ലാത്ത സമയത്ത് അമ്മ പൊട്ടു തൊടുകയോ അണിഞ്ഞൊരുങ്ങുകയോ ഒന്നും ചെയ്യാറില്ല. പക്ഷേ അച്ഛൻ വന്നു കഴിഞ്ഞാൽ പുതുപ്പെണ്ണിനെ പോലെയാണ്. ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ ആലോചിക്കും. പിന്നെ അമ്മ തനിയെങ്ങും പുറത്തൊന്നും പോകാറില്ല. അഥവാ പോയാലും സൂപ്പർ മാർക്കറ്റിലോ പഞ്ചായത്തിലൊക്കെ പോവുകയാണെങ്കിൽ ഞങ്ങളുടെ അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട്. ആ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോക്കാരെ വിളിക്കും. ഏറ്റവും മുന്നിൽ കിടക്കുന്ന ആളായിരിക്കും വരിക. ആരെ വിളിച്ചാലും അങ്ങനെ മുന്നിൽ കിടക്കുന്ന ആൾ വരും. അവർ വന്ന് കൊണ്ടുപോകേണ്ടടുത്ത് കൊണ്ടുപോകും, തിരിച്ചു വരും. സാധനങ്ങൾ വാങ്ങിച്ചും എല്ലാം അങ്ങനെ തന്നെയാണ്. അല്ലാതെ അമ്മ റോഡിൽ കൂടി ഇറങ്ങി നടന്നു പോവുക, വേറെ എവിടെയെങ്കിലും വീടുകളിൽ പോകുക, അങ്ങനെയൊന്നുമില്ല. എല്ലാം അച്ഛൻ പറഞ്ഞതുപോലെ കേട്ട് വീട്ടിനുള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പാണ്. ഏകദേശം 1 വർഷത്തിന് മുമ്പാണ് അമ്മയ്ക്ക് ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. പതിവില്ലാതെ അമ്മ ഒരുങ്ങുന്നു, മൂളിപ്പാട്ട് പാടുന്നു. എനിക്കൊരു കാര്യം മനസ്സിലായി. പുറം നിറഞ്ഞു നിൽക്കുന്ന എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകാതെ ഇരിക്കില്ലല്ലോ. അമ്മയ്ക്ക് ആരുമായിട്ടൊരു കണക്ഷനുണ്ട്. ആരാണത്? പക്ഷേ ഒന്നും കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. അമ്മയുടെ മൊബൈൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കും. അമ്മയ്ക്കാണെങ്കിൽ അതിൽ പാറ്റേൺ ലോക്ക് മാത്രമേ അറിയുകയുള്ളൂ. അല്ലാതെ വേറെ ഒന്നും സംവിധാനങ്ങൾ അതിനകത്ത് ഇടാനും അറിയില്ല. അത്ര വലിയ ഫോണൊന്നുമല്ല. അത്യാവശ്യം വാട്സാപ്പ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയേ ഉള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കും. അന്നേരം സംശയാസ്പദമായിട്ട് ഒന്നും കിട്ടിയില്ല. ഒരു ദിവസം ഉച്ചയായപ്പോൾ ഞങ്ങളുടെ പറമ്പിൽ കരിയിലെല്ലാം തൂത്തുകുട്ടി അമ്മ തീയിടുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ മുറിയിൽ നിന്ന് കയ്യിൽ ചുരുട്ടി അമ്മ എന്തോ എടുത്തുകൊണ്ട് പോയിട്ട് തീയിലിടുന്നത് കണ്ടു. സാധാരണ തുണിയൊന്നും അമ്മ കത്തിക്കാറുള്ളതല്ല. ഇത് തുണിയാണ്. തുണി കത്തിക്കുന്നത് ദോഷമാണെന്ന് അമ്മ പറയാറുണ്ട്. പക്ഷേ ഈ കൊണ്ടുപോയത് എന്തോ ഒരു തുണിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പതുക്കെ മുറ്റത്തിറങ്ങി പറമ്പിലേക്കൊക്കെ ചെന്നു. അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു കാര്യം മനസ്സിലായി. അത് ഒരു ഇലാസ്റ്റിക് ആണ് ഇപ്പോഴുള്ളത്. ആണുങ്ങളുടേതാണെന്ന് എനിക്ക് മനസ്സിലായി. ആഹാ, ഇതെവിടെ നിന്ന് വന്നു? അച്ഛൻ ഇങ്ങനെയുള്ളതാണ് ഇടുന്നത്. ഇത് ശരിക്കും ബ്രാൻഡഡ് ആണ്. വേറെ ആരുടെയാണ് ഇത്? അമ്മയുടെ മുറിയിൽ നിന്ന് അമ്മ എടുത്തോണ്ട് പോയി കത്തിക്കണമെന്നുണ്ടെങ്കിൽ മർമ്മപ്രധാനമായ എന്തോ കാര്യമുണ്ട്. ആരോ വന്നപ്പോൾ മറന്നു വെച്ചതാണ്. എന്തായാലും ഏറ്റവും നല്ല ചെറുപ്പക്കാരാരെങ്കിലും ഉപയോഗിക്കുന്നൊരു സാധനം തന്നെയാണിത്. ഞാനൊരു കമ്പ് കൊണ്ട് അതൊന്ന് നോക്കി. അപ്പോൾ അതിൻ്റെ ചില ഡിസൈൻ ഭാഗങ്ങൾ എനിക്ക് കിട്ടി. അപ്പോൾ നല്ല സെൻസുള്ള സൗന്ദര്യമുള്ള ആളുകൾ ഉപയോഗിക്കുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ സൗന്ദര്യമുള്ള ആളുകൾ തന്നെ ഉപയോഗിക്കണമെന്നില്ല. എന്നാലും നല്ല സ്റ്റൈലും പത്രാസും ഒക്കെ നോക്കുന്നവരല്ലേ മാഡം വള്ളിയും പുള്ളിയും ഒക്കെ ഉള്ളത് ഉപയോഗിക്കുക. ഏതെങ്കിലും സുന്ദരനായ ജിമ്മിലൊക്കെ പോകുന്ന ആണുങ്ങളായിരിക്കും എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എനിക്കത് ഓർത്ത് കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് അസൂയ മൂത്തു. കാരണം കല്യാണവും നടക്കുന്നില്ല, ജീവിതത്തിൽ പ്രതീക്ഷയൊന്നും നടക്കുന്നുമില്ല. കുറച്ച് പണം ഉണ്ടെന്ന് കരുതി എന്തെങ്കിലും ആകുമോ? എനിക്കും അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള പ്രായമായി. പക്ഷേ വീട്ടുകാരെ ഓർത്ത് ഞാൻ അടങ്ങി ഒതുങ്ങിയിരുന്നു. പക്ഷേ ഭർത്താവിൻ്റെ മുന്നിൽ ഭയങ്കര നല്ലവളായിട്ട് ഭാവിക്കുന്ന അമ്മ ഇപ്പോൾ വയസ്സുകാലത്ത് ആകെ മാറിയിരിക്കുന്നു. അപ്പോൾ അമ്മയാണോ മിടുക്കി? ഞാനാണോ? ഒരിക്കലും ഞാനല്ല, അമ്മയാണ്. ഈ മർമ്മപ്രധാനമായ കാര്യം ഓർത്ത് എനിക്ക് ദുഃഖം തോന്നി. കണ്ടുപിടിക്കണം ഇതാരാണെന്ന്.
കണ്ടുപിടിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ എനിക്ക് കിടക്കപ്പുറതിയും ഉറക്കവും കിട്ടില്ല. അതുകൊണ്ട് സ്ഥിരമായി ഞാൻ അമ്മയുടെ മൊബൈൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി. സത്യം പറഞ്ഞ അമ്മ വീട്ടിൽ നിന്ന് അങ്ങനെ എങ്ങും പോകുന്നില്ല. ഉണ്ടെങ്കിൽ ഞാനും കൂടെ കാണും. അല്ലെങ്കിൽ അമ്മ തന്നെ പോയാലും ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് വരുന്ന ആരുടെയെങ്കിലും കൂടെയായിരിക്കും അമ്മ പോവുക. ഞാനാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയ ശേഷം അമ്മ എവിടെ പോകുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും ദൂരെ എങ്ങും പോകുന്നില്ല. ഉണ്ടെങ്കിൽ ആരെങ്കിലും പറയും. പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെ നാത്തൂൻ, അതായത് അച്ഛൻ്റെ പെങ്ങൾ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട്. അമ്മയുമായിട്ട് അത്ര വലിയ ബന്ധമൊന്നുമില്ല, ഇഷ്ടമല്ല. എങ്കിലും എന്തെങ്കിലും ഗോസിപ്പുകളോ എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ എന്നോട് അപ്പച്ചി ഉടനെ പറയും. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അമ്മ വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നും നാട്ടുകാർ കാണുക ഉണ്ടാക്കുന്നുമില്ല. പക്ഷേ ആരോ ഉണ്ട്. ആരാണത്? അമ്മ കുളിക്കാൻ കയറുമ്പോൾ വാട്സാപ്പ് മെസ്സേജുകൾ ഞാൻ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം കയ്യോടുകൂടി എനിക്കത് പിടികൂടാനായി. അപ്പോൾ അതിനകത്ത് ഇന്ന് ഫ്രീ ആണോന്ന്. അപ്പോൾ അമ്മ ഇന്ന് ഫ്രീയാ, പക്ഷെ വരുമ്പോൾ ഓർക്കണം, നിങ്ങൾ 2 പേരും കൂടി രാത്രി 11:30 കഴിഞ്ഞ് വരാവൂ. അത്ര നേരം വരെ ആ പെണ്ണ് ഉറങ്ങാൻ തോന്നില്ല. മിക്കവാറും മൊബൈലിൽ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ അറിയാതെ വരണം, അതും 2 പേര് എന്ന് വെച്ചാൽ ഇവരെന്താ രാത്രി വല്ല കൊള്ളസംഘത്തിലേക്ക് പോവുകയാണോ എന്തോ. എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞെട്ടിലാണ് തോന്നിയത്. സാധാരണ ഒരാളുമായിട്ട് പ്രേമബന്ധമുണ്ടാകുകയോ അല്ലെങ്കിൽ അന്യൊരു പുരുഷനുമായി ബന്ധമുണ്ടാകുകയോ ഒക്കെ ചെയ്യാം. ഇതിപ്പോൾ ആരാ 2 പേര്? 2 പേരും കൂടെ എന്തിനാണ് 11 മണി കഴിയുമ്പോൾ വരുന്നത്? ഇനി ഇവിടെ വല്ല മന്ത്രവാദമോ പൂജയോ നടക്കുന്നുണ്ടോ? ആർക്കറിയാം. ഒരു പിടിയും കിട്ടുന്നില്ല. പക്ഷേ ബാക്കി ഇങ്ങനെ മെസ്സേജുകളിൽ കാര്യമായ ഒന്നുമില്ല. ഞാൻ രാത്രി അന്ന് ഉറങ്ങിയില്ല. എനിക്ക് കാണണം ആരാ വരുന്നതെന്ന്. 2 പേരാണോ 2000 പേരാണോ വരുന്നത്? ഇവിടെ എന്താ നടക്കുന്നത്? ഇതിലെ രഹസ്യം കണ്ടുപിടിച്ചില്ലെങ്കിൽ പിന്നെ ഒരു മനസ്സുഖവുമില്ല. അങ്ങനെ ഞാൻ ഉറങ്ങാതിരുന്നു മാഡം. 11:30 ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ റൂമിൽ നിന്ന് ലൈറ്റെല്ലാം അണച്ചിട്ട് ഇറങ്ങി ഞാൻ പോയി മുകളിലേക്കുള്ള സ്റ്റെയർകേസിൻ്റെ മുകളിൽ കയറിയിരുന്നു. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെയുള്ളത് എന്തെങ്കിലും കാണാൻ പറ്റും. പക്ഷേ എന്നെ ഒട്ട് കാണുകയുമില്ല. ഒരു 11:45 കഴിഞ്ഞപ്പോഴേക്കും അമ്മ അടുക്കളയുടെ കതക് ചെറുതായി തുറക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാം. ഞാനാണെങ്കിൽ അത് പണ്ടും കേട്ടിട്ടുണ്ട്. ഞാനപ്പോൾ ഓർത്തത് അമ്മയ്ക്ക് ഉറക്കമൊന്നുമില്ല. അമ്മ വെളിയിൽ ചെന്ന് നോക്കുന്ന കൂട്ടത്തിലാണ്. വല്ല ശബ്ദവും കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ പേടിയൊന്നുമില്ല, അതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അതൊന്നുമല്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ വീട്ടിൽ നടക്കുന്നുണ്ട് എന്ന് എനിക്കിപ്പോഴല്ലേ മനസ്സിലായത്. ഞാൻ ശ്വാസം അടക്കി പിടിച്ചിരുന്നു. അമ്മയുടെ റൂമിലേക്ക് കയറിപ്പോകുന്ന ഒരു നേർക്കാഴ്ച എനിക്ക് കാണാം. അങ്ങനെ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ലെങ്കിലും ആരെങ്കിലും കയറിപ്പോയി കഴിഞ്ഞാൽ കാണാം. ലൈറ്റൊന്നും ഇട്ടിട്ടില്ല, എങ്കിലും 2 പേര് കയറി പോകുന്നുണ്ടോ എന്ന് എനിക്കറിയണമല്ലോ. അപ്പോഴുണ്ട് പതുക്കെ അമ്മ വരുന്നു. അമ്മയാണ് മൊബൈലിൽ ടോർച്ച് അടിക്കുന്നത്. 2 പേരകത്തേക്ക് കയറി പോകുന്നത് ഞാൻ കണ്ടു. പക്ഷേ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവരകത്ത് കയറി കഴിഞ്ഞപ്പോഴേക്കും താഴെ ഇറങ്ങി അമ്മയുടെ മുറിയോടെ ചെന്നു. പക്ഷേ അകത്തേക്കെങ്ങും നോക്കാനോ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാനോ പറ്റിയ ഒരു സംവിധാനം അവിടെ ഇല്ല. ഞാൻ പുറത്ത് ചെവിയോർത്ത് നിന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും 2 പേരും കൂടി അവിടെ കുശുകുശുക്കുന്ന പോലെ സംസാരിക്കുന്ന കേട്ടു. ആണുങ്ങളുടെ ശബ്ദമാണ് കേൾക്കുന്നത്. അമ്മ അപ്പോൾ അവരോട് ഒന്നും പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ ചില പൂച്ചക്കരച്ചിൽ മാത്രമാണ് ഞാൻ കേട്ടത്. ഇത്തിരി കഴിഞ്ഞപ്പോൾ 2 ആണുങ്ങളുടെ ശബ്ദം എനിക്ക് കേൾക്കാം. അമ്മയുടെ ശബ്ദം അധികം കേൾക്കാനില്ല. കാര്യം ശബ്ദമുണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. 2 പേരില്ലേ എന്ന് ഞാൻ ഓർത്തു. ദൈവമേ, ഖജുരാഹോ ശില്പങ്ങളെപ്പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണല്ലോ അകത്ത് നടക്കുന്നത്. അതോർത്ത് എനിക്ക് വല്ലാത്ത ഞെട്ടലായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, അവിടെ കാതോർത്ത് നിന്ന് ശരിക്കും എൻ്റെ ടൈം ഒത്തിരി പോയി. ഏകദേശം 1:30 ആയപ്പോഴാണ് അകത്ത് ഉച്ചത്തിലുള്ള സംസാരം കേട്ടത്. എന്ന് വെച്ചാൽ എൻ്റെ റൂമിൽ കിടന്നു കഴിഞ്ഞാൽ സംസാരം കേൾക്കില്ല. ഞാൻ പെട്ടെന്ന് ഓടി സ്റ്റെയർകേസിന് മുകളിൽ കയറി അവരെ അമ്മ ഇറക്കി വിടുന്നത് കണ്ടു. പക്ഷേ ആരാണെന്നോ ഏതാണെന്നോ അപ്പോഴെനിക്ക് മനസ്സിലായില്ല. ഇപ്പോഴിത് അമ്മയോട് ചോദിക്കണോ, ചോദിച്ചേ പറ്റുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, അമ്മയുടെ മുറിലേക്ക് കയറി എങ്ങിരുന്നു. എന്നിട്ട് വാതിൽ ചാരുകയും ചെയ്തു. ആ കട്ടിൽ ഞാൻ ഇരിക്കുകയാണ്. ലൈറ്റ് പോലും ഇട്ടിട്ടില്ല. ചെറിയൊരു ലാമ്പുണ്ട്, അതും സിറവാട്ട്. ആ ഒരു വെട്ടം മാത്രമേ ഉള്ളൂ. അവിടെ ചിതറിക്കിടക്കുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോയി. ശരിക്കും യുദ്ധക്കളം പോലെയാണ്. അവിടെ എൻ്റെ കാല് മിക്കവാറും തെന്നി വീണേനെ. ആ രീതിയിലാണ്. 2 ആണുങ്ങളില്ലേ. ഛേ,
അമ്മ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അമ്മ വന്നു. അമ്മ വന്നപ്പോൾ ഞാനിരിക്കുന്നത് കണ്ടില്ലെന്ന് തോന്നുന്നു. പെട്ടെന്ന് ലൈറ്റ് ഇട്ടപ്പോൾ ഞാനിരിക്കുന്ന കണ്ട് അമ്മ അലറി വിളിച്ചു, അയ്യോ നീയായിരുന്നോ? നീ എന്തിനാണ് എൻ്റെ മുറിയിൽ വന്ന് കുത്തിയിരിക്കുന്നത്? കണ്ടിട്ട് പ്രേതം പോലെ തോന്നിയില്ലോ എന്ന്. ഞാൻ പറഞ്ഞു, ആരാ പ്രേതം എന്നുള്ളത് അന്വേഷിക്കാൻ വന്നതാണ്. ഈ മുറിയിൽ ശരിക്കും എന്തൊക്കെയോ അപശബ്ദങ്ങൾ കേട്ടു. വീടിനകത്തും ആണുങ്ങൾ സംസാരിക്കുന്ന പോലെ വല്ല ഗന്ധർവന്മാരോ യക്ഷികളോ രാത്രികാലങ്ങളിൽ ഇവിടെ വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇറങ്ങി നോക്കിയതാണ്. അപ്പോൾ അമ്മയുടെ റൂമിൽ വന്നപ്പോൾ ഇരുന്ന് പോയതാണെന്ന് പറഞ്ഞു. അമ്മ അത് കേട്ട് ഞെട്ടി. പക്ഷേ വെപ്രാളത്തോടുകൂടി പറഞ്ഞു, ഞാനും എന്തോ ശബ്ദം കേട്ടു. എനിക്ക് തോന്നുന്നത് ഈ സൈഡ് റോഡിൽ കൂടി ആരോ നടന്നു പോയതാണെന്നാണ്. ഈ രാത്രി പിള്ളേരൊക്കെ ചുമ്മാ ഇറങ്ങി നടക്കുകയല്ലേ, അവർക്ക് പകലെന്നോ രാത്രിയെന്നോ ഒന്നുമില്ലല്ലോ. ശബ്ദം കേട്ട് നേരാ മോളെ, ഞാനത് നോക്കാൻ പോയിരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനപ്പോൾ അമ്മയെ കണ്ണുകൊണ്ട് താഴേക്കൊന്ന് കാണിച്ചു. താഴെ കിടക്കുന്നത് ഞാൻ തെന്നി വീഴാൻ പോയത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്കും കാര്യം മനസ്സിലായി. മോൾക്ക് എല്ലാം മനസ്സിലായെന്ന്. അമ്മ പെട്ടെന്ന് വന്ന് ഒരു തുണിയെടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇട്ടു. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താ അമ്മേ? അമ്മ ഛർദ്ദിച്ചതാണോ അതോ അമ്മയ്ക്ക് ഇന്ന് പനിയായിരുന്നോ, മൂക്ക് ചീറ്റിയതാണോ എന്ന് ചോദിച്ചു. അമ്മയപ്പോൾ ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു, സത്യം പറഞ്ഞോണം, ഇവിടെ നടന്നത് ഞാൻ എൻ്റെ കണ്ണുദൃഷ്ടിക്ക് കണ്ടു. ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അമ്മ കുറേ മാസങ്ങളായി ഒരുങ്ങുകയും കുണുങ്ങുകയും ചെയ്ത് കണ്ടപ്പോഴേ എനിക്ക് പിടികിട്ടി. വാട്സാപ്പിലുള്ള മെസ്സേജെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, അതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ മൊബൈലിലേക്ക് ഞാൻ അയച്ചിട്ടുമുണ്ട്. ഇനിയിപ്പോൾ അച്ഛനോട് കാര്യങ്ങൾ പറയാം. അമ്മയ്ക്ക് 2ാം കല്യാണം അങ്ങ് നടത്താൻ അച്ഛനെ ഡൈവോഴ്സ് ചെയ്യാമെന്ന്. അപ്പോഴേക്കും അമ്മ, എടി മോളെ അങ്ങനെയല്ല, അറിയാതെ പറ്റിപ്പോയതാണ്. ഞാൻ പറഞ്ഞു, ശരി, അറിയാതെ ഒരാളുമായി പറ്റും, അതെല്ലാവർക്കും നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ എങ്ങനെയാണ് ഒരേ സമയം 2 പേര് വരുന്നത്? അമ്മയ്ക്ക് 2 പേരെ ഒരുമിച്ച് പ്രേമിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, അത് നീ കൂടുതൽ പറയണ്ട. 2 അല്ല 2000 പേരെ വേണമെങ്കിൽ സ്നേഹിക്കാനുള്ള ഒരു കടൽ പെണ്ണിൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ മോളെ, ഇത് അബദ്ധവശാൽ പറ്റിപ്പോയതാണെന്ന്. ഇത് അബദ്ധമല്ലോ അമ്മേ, അമ്മയ്ക്ക് ഇതൊരു സുബദ്ധമല്ലേ എന്ന് ഞാൻ ചോദിച്ചു. സത്യം പറഞ്ഞോളാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, അതായത് ഓട്ടോയാണ് സ്ഥിരമായിട്ട് വിളിക്കുന്നതെങ്കിലും പലരാണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലൊരാൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അത് ഈ അടുത്ത കാലത്തായി സംഭവിക്കുന്നതാണ്. മിക്കവാറും അമ്മ വിളിക്കുമ്പോൾ അയാളായിരിക്കും മുന്നിരിക്കുന്നത്. അവൻ കല്യാണമൊന്നും കഴിച്ചതല്ല, 10-28 വയസ്സുള്ള ഒരാളാണ്. കാണാൻ സുന്ദരനാണ്. എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുമുണ്ട്, പേരും അറിയാം. പക്ഷേ കൂടെ വന്നതാരെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഓട്ടോ സ്റ്റാൻഡിൽ തന്നെ 1-2 ടാക്സി ഉണ്ട്. അതിൽ ഒരു കാർ ഡ്രൈവറാണ്. അവനും ഇവനും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. ഒന്നിച്ച് പഠിച്ചതാണ്, കളിക്കൂട്ടുകാരാണ്. എന്ത് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അങ്ങനെയാണ് അമ്മയുമായി അവൻ സംസാരിച്ച് ഒന്ന് അടുത്ത് കഴിഞ്ഞപ്പോഴേക്കും സ്വന്തം കൂട്ടുകാരുമായിട്ട് പറഞ്ഞത്. അന്ന് അമ്മ ഒന്നിനും സമ്മതിച്ചിട്ടില്ല. അവസാനം അവൻ പറഞ്ഞു, ഞാൻ ചേച്ചിയുടെ കാര്യം എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞെന്ന്. അത് കേട്ട് അമ്മ ഒത്തിരി ദേഷ്യപ്പെട്ടു. നീ എന്തിനാണ് നമ്മളൊന്ന് സംസാരിച്ച് വന്നപ്പോഴേക്കും ഒന്നും ആകാത്ത സമയത്ത് പോലും നിൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞതെന്ന്? അത് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. എന്ത് പറയും, പറഞ്ഞ കൂട്ടത്തിലങ്ങ് പറഞ്ഞു പോയതാണ്. ചേച്ചി ഇത്രയും സുന്ദരിയാണെന്നുള്ള കാര്യം അവനോട് ഞാനങ്ങനെ പറയാതിരിക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മയ്ക്കും ഒരിക്കലും തോന്നി. അമ്മ ശരിക്കും ആ ടാക്സിക്കാരനെ കണ്ടിട്ടില്ല, ഇവനെ മാത്രമേ അറിയുള്ളൂ. അങ്ങനെയാണ് ടാക്സിക്കാരൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തത്. അത് കണ്ട് അമ്മ അങ്ങ് ഞെട്ടി. അങ്ങേര് സുന്ദര കുട്ടപ്പനായി നടക്കുന്ന ഒരാളാണ്. ഈ പറഞ്ഞതുപോലെ ജിമ്മിലൊക്കെ പോകുന്ന സ്വഭാവമുണ്ട്. കാര്യം പല ക്ലയൻസിനെയും കൊണ്ട് ദൂരെ ഊട്ടിയിലെ കൊടൈക്കനാലിലെ ഒക്കെ അയാൾ ഓട്ടത്തിന് പോകാറുണ്ട്. അത്യാവശ്യം വിവാഹം കഴിക്കാത്ത ആളായതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നല്ല താല്പര്യമുണ്ട്. കൊച്ചമ്മമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സഹായത്തിന് ഇവൻ എന്തിനു വേണമെങ്കിലും റെഡിയുമാണ്. അങ്ങനെയൊക്കെയുള്ള ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് അവൻ ഈ കാര്യത്തിൽ വിരുദ്ധനാണെന്ന് ഓട്ടോക്കാരൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് മനസ്സിലായി. ഒരു വെടിക്ക് 2 പക്ഷിയെന്ന് അമ്മ കേട്ടിട്ടേ ഉള്ളൂ. ഇത് വെടി പോലും പൊട്ടിക്കാതെ 2 പക്ഷികൾ അടുത്ത വലയിൽ വന്ന് വീണ പോലെയായിരുന്നു അമ്മയുടെ മനസ്സ്. അമ്മ 2നും തലയാട്ടി. കാര്യം അവർ 2 പേരും ഭയങ്കര സുഹൃത്തുക്കളല്ലേ, ഒന്നിച്ച് ഒരേ പാതയിലേ അവർ പോവുകയുള്ളൂ. അങ്ങനെയാകുമ്പോൾ ആ പാത അമ്മയിലേക്ക് അങ്ങ് നയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് 2 കൊണ്ടാട്ടം എന്ന് പറഞ്ഞ രീതിയാകുമല്ലോ എന്നോർത്ത് അമ്മ പൂർണ്ണ പുഷ്പിണിയായി അങ്ങ് സമ്മതിച്ചു. അമ്മ പറയുന്നത് ജീവിതത്തിൽ അമ്മയ്ക്കൊരു വെറൈറ്റി ഉണ്ടായത് ഇവർ 2 പേരും മൂലമാണ്.
കാര്യം ഓട്ടോക്കാരൻ നാടനാണ്, നാടൻ രീതികളും സ്നേഹപ്രകടനങ്ങളും ഒക്കെയാണ്. പക്ഷേ ടാക്സിക്കാരൻ മോഡേണാണ്. അവന് അത്യാധുനികമായ എല്ലാ വിദ്യകളും അറിയാം. അവൻ്റെ കയ്യിലുണ്ട് വെറൈറ്റി. അതുമാത്രമല്ല, അമ്മ ടി വിയിലും സിനിമയിലും മാത്രമേ കണ്ടിട്ടുള്ളൂ ജിം ബോഡിയുള്ള ആണുങ്ങളെ. ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് അമ്മ വിചാരിച്ചതല്ല. നാടൻ ആണുങ്ങളെക്കാൾ കൂടുതൽ അട്രാക്ഷൻ അവരെ കാഴ്ചയിൽ തോന്നുമെന്നാണ് അമ്മ പറഞ്ഞത്. പക്ഷേ അമ്മയ്ക്ക് രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടമാണ്. രണ്ടുപേരോടും ഇണപിരിയാത്ത ബന്ധമാണ്. രണ്ടുപേർക്കും രണ്ട് രീതിയിലുള്ള മെച്ചങ്ങളാണുള്ളതെന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യമാണ് വന്നത്. അമ്മേ, എൻ്റെ കല്യാണം പോലും ശരിക്കും നടക്കുന്നില്ല. ഞാനിവിടെ ആർക്കും പേരുദോഷമുണ്ടാക്കാതെ നിൽക്കുന്നു, നിങ്ങളെ രണ്ടുപേരെ ഓർത്തിട്ട്. എന്നിട്ട് അച്ഛൻ അസുഖമാണ്, പ്രമേഹമാണ്, വരുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അമ്മ ഈ കാണിക്കുന്നത് ശരിയാണോ? ഞാൻ എന്നായാലും ഇത് കണ്ടുപിടിക്കുന്ന അമ്മയ്ക്ക് അറിയില്ലേ? ഞാൻ ഈ വീട്ടിലല്ലേ താമസിക്കുന്നത്. അത് നീ നിന്റെ മുറിയിൽ തന്നെ കുത്തിരിക്കുകയല്ലേ? നീ പുറത്തൊന്നും ഇറങ്ങി കണ്ടിട്ടുമില്ല. 11:30 കഴിഞ്ഞ് നീ എങ്ങും ഇറങ്ങി ഞാൻ കണ്ടിട്ടുമില്ല. അതെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. നീ ഒരു ഉറക്കഭ്രാന്തിയാണ്. കിടന്നു കഴിഞ്ഞാൽ പിന്നെ നീ രാവിലെ 8 മണിക്ക് എഴുന്നേക്കുള്ളൂ. എനിക്കതറിയാം. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്. എന്നാലും അമ്മ ചെയ്ത് തെറ്റല്ലേ? തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ഭർത്താവും ഞാനും തമ്മിൽ നല്ല സ്നേഹമായിരുന്നു. അമ്മ ഇത്രയും നാളും ഒരു കൊമ്പത്ത് തന്നെ ഇരുന്ന് ഊഞ്ഞാലാടി. ഒരു ദിവസം ഊഞ്ഞാലിൻ്റെ കയറ് പൊട്ടി താഴെ വീണു. അമ്മയ്ക്കിനിയും അത് കെട്ടിക്കോർത്ത് ആടണമെന്നുണ്ട്. പക്ഷെ ആട്ടം നടക്കുന്നില്ല. എങ്കിൽ അമ്മ വേറൊരു ജില്ലയിൽ ഊഞ്ഞാല് കെട്ടി ആടിയാൽ അതൊരു കുഴപ്പമാണോ മോളെ? അമ്മയ്ക്ക് ഊഞ്ഞാലാട്ടം ഒത്തിരി ഇഷ്ടമായതുകൊണ്ടല്ലേ? നിനക്കാണെങ്കിൽ ഊഞ്ഞാലിൽ കയറിയിട്ടുമില്ല, ആട്ടമൊട്ട് അറിയുകയില്ല. അപ്പം നീ കല്യാണം കഴിഞ്ഞ് നല്ലവളായി മുന്നോട്ട് പോവുക. പിന്നെ ഭർത്താവ് കൊള്ളത്തില്ലെങ്കിൽ മാത്രം നീ എന്നെപ്പോലെ പെരുമാറിയാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകും. നീ ഒരു കന്നിപ്പെണ്ണാണ്. കന്നിപ്പെണ്ണുങ്ങൾ ഇത്തരം പാതിലേക്ക് പോകാൻ പാടില്ല. ഭർത്താവ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ആ കോന്തന്മാരെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനു മുമ്പാണെങ്കിൽ ചിലപ്പോൾ കല്യാണം കഴിക്കുന്ന ഭർത്താവിന് സംശയം തോന്നിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതം കുളമാകും. നീ ഇതിലേക്ക് വരേണ്ട കാര്യമില്ല. അമ്മയ്ക്ക് അബദ്ധം പറ്റിയതാണെങ്കിൽ കൂടിയും അത് നീ പറഞ്ഞതുപോലെ സുബദ്ധമാണ്. അമ്മയ്ക്ക് ആവശ്യമാണ്. ആവശ്യമുള്ളപ്പോൾ ചിലപ്പോൾ റിസ്കുകൾ കാണിച്ചെന്നിരിക്കും മനുഷ്യർ. എങ്കിലും നീ ആ റിസ്കിലേക്ക് വരേണ്ട കാര്യമില്ല. 27 വയസ്സിന് മുമ്പ് നിന്റെ കല്യാണം ഞങ്ങൾ നടത്തും മോളെ. നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ വലിയ വിഷമമൊന്നുമില്ല. എന്നാലും അമ്മ ഇത്രയും ഇടുക്കിയായല്ലോ ഒന്നും അറിയാതെ. അത് കണ്ട് നീ എന്നെ അനുകരിക്കേണ്ട മോളെ. അത് ശരിയാകില്ല. അവരെ എനിക്ക് ചേർന്നവരാണ്, ലോക്കൽ ആൾക്കാരാണ്. എൻ്റെ മോൾക്ക് അവരുമായിട്ട് സഹകരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു അവരുടെ കാര്യം പറഞ്ഞില്ലല്ലോ. നല്ല എനിക്ക് സഹകരിക്കാൻ പറ്റുന്ന ഒരാളെ ഞാൻ ഈ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു അതൊന്നും പറ്റില്ല, അതൊന്നും നടക്കില്ലെന്ന്. ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് എന്തുമാകാമല്ലോ, അത് കൊള്ളാമല്ലോ, അത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് രാത്രി വഴക്കായി. അടുത്ത ദിവസം ഞാൻ ചോദിച്ചു ഏതാ ഓട്ടോക്കാരൻ, ഏതാ ടാക്സിക്കാരൻ, രണ്ടുപേരുടെ ഫോട്ടോ കാണിക്കാൻ പറഞ്ഞു. അമ്മ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു അച്ഛനോടെല്ലാം പറയാൻ പോവുകയാണെന്ന്. അപ്പോൾ അമ്മ എല്ലാവരുടെയും ഫോട്ടോ കാണിച്ചു തന്നു. ഓട്ടോക്കാരനെ എനിക്കറിയാം. അമ്മയും ഞാനും കൂടെ അവൻ്റെ ഓട്ടോയിൽ കയറി പോയിട്ടുണ്ട്. ശരിയാ, നാടൻ ഒരാളാണ്, കാണാൻ ഗ്ലാമറൊക്കെ ഉണ്ട്. പക്ഷേ ടാക്സിക്കാരനെ കണ്ട് ഞാനും അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ ഒരു ടാക്സിക്കാരൻ ഞങ്ങളുടെ ജംഗ്ഷനിലുണ്ടോ? അമ്മ ഒരു ഭാഗ്യവതിയാണ് എന്ന് ഞാൻ അലറി വിളിച്ചു പോയി. ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് ഈ ടാക്സിക്കാരനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഇയാളാണ് എനിക്ക് സ്യൂട്ടെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ അലറി അത് നടക്കില്ല, അവൻ കല്യാണം കഴിച്ചതൊന്നുമല്ല, ഈ കാര്യങ്ങൾക്കൊക്കെ ഉതകും എന്ന് വിചാരിച്ചിട്ട് ഒരിക്കൽ പോലും അങ്ങനെയുള്ളവരെ വീട്ടിലൊന്നും സ്ഥിരമായിട്ട് എന്തെങ്കിലും ബന്ധത്തിന് കൊള്ളാവുന്നവരല്ല. അതുകൊണ്ട് അത് നടക്കില്ലെന്ന് അമ്മ അറുത്തുമുറിച്ച് പറഞ്ഞു. എനിക്ക് കല്യാണം കഴിക്കാനൊന്നുമല്ല, അനുഭവങ്ങളുടെ ആധിക്യം എനിക്കും അറിയണം എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു നടക്കില്ലെന്ന്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ എനിക്കറിയാമല്ലോ. ടാക്സിക്കാരനെ ഞാൻ കണ്ടുപിടിച്ചു. എന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവിടേക്ക് ഓട്ടം വിളിച്ചു. ഏകദേശം 20 മിനിറ്റ് ഓട്ടമുണ്ട്. പുള്ളി ചോദിച്ചു ഇന്നെന്താ കാറിൽ പോകുന്നത്? മോളെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളതാണല്ലോ എന്ന്. ഞാൻ പറഞ്ഞു ഇന്ന് എനിക്ക് ഈ കാറിൽ തന്നെ പോകണം തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൊണ്ടുവിട്ടുകൊണ്ടിരുന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ടോയെന്ന്. അങ്ങനെ പറഞ്ഞു എവിടെ, ഞാൻ വരാറില്ലെന്ന്. എങ്കിൽ വരാറുണ്ട്. രാത്രി 11:30 കഴിഞ്ഞിട്ടല്ലേ വരികയുള്ളൂ. അവിടെ നല്ല ഓട്ടമാണെന്ന് എനിക്കറിയാം. അമ്മ എന്നോട് എല്ലാം പറഞ്ഞു. ഇത് അച്ഛനോട് പറയണോ വേണ്ടയോ എന്ന് എനിക്കറിയില്ല, നാട്ടുകാരോട് പറയണോ വേണ്ടയോ എന്നും എനിക്കറിയില്ല. എല്ലാത്തിൻ്റെയും തെളിവുകൾ ഫോട്ടോ സഹിതം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി എല്ലാം
കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അയാൾ മോളെ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു മോളെ നിന്ന് എന്നെ വിളിക്കണ്ട, അത്ര വലിയ പ്രായവ്യത്യാസമൊന്നും നമ്മൾ തമ്മിലില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. അവിടെയുള്ളത് ഇവിടെയും വേണമെന്ന് അത് ശരിയാകില്ല, മോളുടെ അമ്മയ്ക്ക് ഇഷ്ടമാകില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമാണ്, അമ്മയോട് പറഞ്ഞ് ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് അങ്ങർ എന്നെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു പോന്നു. പിന്നീട് അമ്മയോട് പറഞ്ഞെന്ന് തോന്നുന്നു. വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ വഴക്കുണ്ടാക്കാൻ വന്നു. ഞാൻ പറഞ്ഞു ഈ ഡീലുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അമ്മയുടെ കാര്യമെല്ലാം അച്ഛനോട് തെളിവ് സഹിതം പറയും, എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു എങ്കിൽ ഓക്കെ എന്ന്. അങ്ങനെ ഒരു ഡീല് മുഖാന്തരമാണ് അന്ന് രാത്രി അയാൾ എൻ്റെ റൂമിലേക്ക് വന്നത്. രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് വന്നത്. ഓട്ടോക്കാരൻ അമ്മയുടെ റൂമിലേക്ക് പോയി, ടാക്സിക്കാരൻ എൻ്റെ റൂമിലേക്ക് വന്നു. അങ്ങേർക്ക് നല്ല പരിങ്ങളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അമ്മ എന്നോടെല്ലാം വിശദമായിട്ട് പറഞ്ഞു, ഒന്നും കുറയ്ക്കേണ്ട കാര്യമില്ല, ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന്. പക്ഷേ മാഡം, എനിക്കെന്ന് മറക്കാൻ പറ്റാത്ത ഒരു ദിവസം തന്നെയായിരുന്നു. കാരണം ഒരാളെ ആദ്യമായിട്ടാണെങ്കിലും അല്ലെങ്കിലും എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അങ്ങേർക്ക് നന്നായിട്ടറിയാം. ഒരിക്കൽ പോലും ഇനി എനിക്കൊരു ഭർത്താവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങേരെന്നെ ഇതേപോലെ തങ്കപ്പെട്ട രീതിയിൽ മാനേജ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും മനോഹരമായ രീതിയിൽ അയാൾ എന്നോടൊത്ത് ജീവിക്കുകയായിരുന്നെന്ന് പറയാം. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ അയാളുടെ ആരാധകനായി മാറി. എല്ലാ ദിവസങ്ങളിലും ഞാനും വിളിക്കാൻ തുടങ്ങി. ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ അമ്മയുടെ പിടിവാശി മൂലം അങ്ങേർ അങ്ങോട്ട് പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ തനിയെ എൻ്റെ റൂമിലിരിക്കും. 2-3 വട്ടമായി കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഒരു ദിവസം എന്നോട് പറഞ്ഞു, അവനിപ്പോൾ എന്നോട് താല്പര്യമില്ല, എന്നോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു, നിന്നോടാണ് സ്നേഹം എന്ന് പറഞ്ഞിട്ട് അമ്മ പോയി. അത് കഴിഞ്ഞതിൽ പിന്നെ ടാക്സിക്കാരൻ എന്നെയാണ് കാണുന്നത്. ഈ ഒരു സംഭവത്തിന് ശേഷം അമ്മ എന്നോട് മിണ്ടുന്നത് അപൂർവമാണ്. ഒരു വീട്ടിൽ 2 അപരിചിതരെ പോലെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പക്ഷേ ഒരു കാര്യത്തിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. ഇപ്പോൾ ടാക്സിക്കാരന് എന്നോട് അതീവ പ്രേമമാണ്. അങ്ങയുടെ തരിടകളെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും എന്നെ കല്യാണം കഴിക്കണമെന്ന് പറയുകയാണ്. അമ്മയോട് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ വെറുപ്പോടുകൂടി പറയുകയാണ്, നിന്റെ തീരുമാനം, നിന്റെ ഇഷ്ടങ്ങൾ, എനിക്കൊന്നും പറയാനില്ല, എന്ത് വേണമെങ്കിലും കാണിക്കാം, നിങ്ങളോട് രണ്ടുപേരോടും എനിക്കൊരു താല്പര്യമില്ലെന്ന് പറയുകയാണ്. ഞാൻ പറഞ്ഞ അമ്മേ സാരമില്ല, അമ്മ എല്ലാം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഒന്നായിട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, അതിന് ജീവിതത്തിൽ ഉണ്ടാകില്ല, നിന്നോട് താല്പര്യം കാണിക്കുന്ന ഒരുത്തിനെ എനിക്ക് ആവശ്യമേ ഇല്ല എന്നാണ് പറഞ്ഞത്. ശരിക്കും ഇങ്ങനെ കല്യാണം കഴിക്കണമെന്നൊന്നും എനിക്കിഷ്ടമില്ല. എന്നാൽ സ്നേഹം മൂലം ഞാൻ കിട്ടിയിട്ടതുപോലെയാണ്. എന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്കറിയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമ്മയെ പറഞ്ഞതുപോലെ അമ്മ ശരിക്കും ഇഷ്ടപ്പെട്ട് വന്ന ഒരാളാണ്. നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അങ്ങേർക്ക് സ്നേഹം കുറഞ്ഞു. അപ്പോൾ അമ്മ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ വെറുപ്പായി. നിങ്ങളുമായുള്ള ബന്ധം തുടരുന്ന ഒരാളെ അമ്മ അടുപ്പിക്കില്ലെന്ന് ശബ്ദം ചെയ്തു. അതൊക്കെ മനുഷ്യർക്കുണ്ടാകുന്ന കാര്യമാണ്. എന്തായാലും ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ മിണ്ടുന്നില്ല. ഈ പറഞ്ഞ ടാക്സിക്കാരൻ നിങ്ങളെ കല്യാണം കഴിക്കണം, നിങ്ങൾക്ക് പോലും അതത്ര ഇഷ്ടമല്ലെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അയാളെ കല്യാണം കഴിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങോട്ട് പറയുക, ഈ ബന്ധം എന്തിനാണ്, അതിൻ്റെ ആവശ്യകത മാത്രമേ ഉള്ളൂ. എനിക്കെപ്പോഴാണോ നല്ലൊരു ആലോചന വരുമ്പോൾ ഞാൻ അങ്ങനെ കല്യാണം കഴിച്ച് പോകും. അതിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം താൽക്കാലികമായ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നിങ്ങളുടെ തരികളല്ലേ എനിക്കറിയാം. നിങ്ങളും ഇതേപോലെ ചുമ്മാ നടക്കുന്ന ഒരാളാണ്. ഞാനും ഈ പറഞ്ഞതുപോലെ അമ്മയെ കണ്ട് ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് വന്നു, അത്രയേ ഉള്ളൂ. എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന രീതിയിൽ സംസാരിച്ച് ഈ തേപ്പാണ്, അല്ലെങ്കിൽ പിന്നീട് പ്രതികാരമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ അതിനെ പറഞ്ഞ് ലഘുവായിട്ടെടുത്ത് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങൾക്ക് കല്യാണം കഴിക്കുന്ന അവസരത്തിൽ അങ്ങനെ പോവുക. അല്ലെങ്കിൽ അങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അത് പിന്നീട് അങ്ങനെ സ്വഭാവമെല്ലാം നിങ്ങൾ സഹിക്കേണ്ടി വരും. അപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യാതിരിക്കുക. ഇപ്പോഴുള്ള ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ ഇറങ്ങിത്തിരിഞ്ഞ് അത് വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് ആൾക്കാരുടെ ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡീപ്പായിട്ട് ആളുകളുമായിട്ട് ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ പോകുന്നു, എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഏത് കൈപ്പിടിയിൽ നിൽക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കരുതെന്ന്. അപ്പോൾ നിങ്ങളത് ഉണ്ടാക്കിയെങ്കിൽ അത് ശരിക്കും സോൾവ് ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയാണ്. അങ്ങേരെ ഒരു പരിധി കവിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ഒന്നുകിൽ നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുക, അതായത് ഈ ബന്ധത്തിൽ നിന്നൊക്കെ പിന്മാറി വേറെ എവിടെയെങ്കിലും പോയി ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുക. കല്യാണം വരുമ്പോൾ കല്യാണം കഴിച്ച് നല്ലൊരു കുടുംബനായിട്ട് കഴിയുക. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അങ്ങേരോട് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുക, പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുക കല്യാണം വരെ. അല്ലെങ്കിൽ അങ്ങേരെ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ മാനേജ് ചെയ്യുക ജീവിതം. അപ്പം എന്ത് വിഷമം വരുന്നതെന്ന് അറിയില്ല. എന്ത് പ്രയാസം വന്നാലും അത് അഡ്ജസ്റ്റ് ചെയ്യുക. അമ്മയുടെ പിണക്കം അത് പിന്നെ കൊതിക്കറവുകൊണ്ടുണ്ടായതാണ്. അതെപ്പോൾ മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതങ്ങനെ പോകട്ടെ. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബന്ധത്തിലുണ്ടായ കാര്യങ്ങളാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ കാലം അത് ഹീൽ ചെയ്യും, അത്രയേ ഉള്ളൂ.